കാലത്താജു അമ്മയുടെ കോള് കണ്ടാണ് ഉണർന്നത്. എന്താണ് പന്നി, ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഡാ പന്നി, ഇന്ന് നിന്നോട് നിന്റെ കാറുമായി വരാൻ പറഞ്ഞതല്ലേ? ഇവ ടൈം എന്തായെന്ന് വല്ല ചിന്തയുണ്ടോ? അത് കേട്ടപ്പോഴാണ് അവൻ ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മ വന്നത്. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി. എങ്ങോട്ടാച്ചു കാലത്ത് തന്നെ? അനുമോളാണ്. അല്ലെങ്കിൽ ഓൾക്ക് കമ്പനി നമ്മളായതുകൊണ്ട് നമ്മളെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാ. അജുവിൻ്റെ ഫ്രണ്ടില്ലേ അമിക്കാക്കു, അവൻ്റെ പെങ്ങളെ കല്യാണ, അതിന് ഡ്രസ്സും സ്വർണ്ണൊക്കെ എടുക്കാൻ പോവാ. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ അമ്മേനെ വെച്ചേക്കില്ല. അജുവിന് പുതിയ രച്ച് വാങ്ങുമോ? ആ നോക്കട്ടെ. അത് പിന്നെ ചോദിക്കാനുണ്ട് മോളെ, ഒരു കോലം കെട്ട് തന്നെ കാണാം. ഡ്രസ് കോഡല്ലേ? ഏയ് അതൊന്നുമില്ല, വില പോവില്ല. അമ്മയുടെ ഉപ്പച്ചി ആള് സമ്മതിക്കില്ല. അതാണോ? ഞാൻ കരുതി നിന്നെ മറ്റേ കൊച്ചു ചളിയിലിരുന്ന് കരുതിയാണെന്ന്. കലിപ്പിൽ അവളെ നോക്കി നമ്മൾ ഇറങ്ങി. വീട്ടുമുറ്റത്ത് പോയാൽ കുരിപ്പുണ്ടാവും. വെളിയിൽ നിർത്തി അവനെ വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം തന്നെ പോക്കാം. ഞാൻ പുറത്ത് നിർത്തി അമ്മയെ വിളിച്ചതും അമ്മയെ പിന്നാലെ പെങ്ങളും അവൻ്റെ ഉപ്പച്ചിയും വന്നു. ആവും ഇപ്പോഴാണ് ആശ്വാസമായത്. പിന്നാലെ ആ കുരിപ്പ് ഓടി വരുന്നത് കണ്ടതും ഞാൻ കലിപ്പിൽ അമ്മയെ നോക്കി. നീ എങ്ങോട്ടാ? നിങ്ങൾ ഡ്രസ്സ് എടുക്കാനല്ലേ? ഞാനും അങ്ങോട്ടാ എന്ന അമ്മയ്ക്ക് മറുപടിയും കൊടുത്ത് എൻ്റെ കാറ് പൊട്ടിക്കുമ്പോഴത്തിൽ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഡോറൊക്കെ ഇളക്കിയെടുക്കുന്നു. എന്നെ കാണുന്നതും അവൾ കണ്ണു പിടിച്ച് നമ്മളെ തന്നെ നോക്കിയിരുന്നു. അമിക്ക, ഇങ്ങക്ക് ഈ ആലവരാതിയുടെ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ. ഡേ കോപ്പേ, എൻ്റെ കാറ് കയറുന്ന പോരാ എന്നെ ആലവരാതി നിൽക്കുന്നു. മോളെ, നീ എന്തിനാ എപ്പോഴും ഇവന്റെ നേരെ ചാടി കളിക്കുന്നത്? അത് മുത്താപ്പ, ഇവൻ എനിക്ക് ഇഷ്ടമല്ല, അതാ. ഞാൻ നിന്നെ കെട്ടിക്കൊണ്ട് പോകാൻ വന്നതല്ല. അമി, ഈ പെണ്ണ് വരുന്നുണ്ടെങ്കിൽ ഞാനില്ല. ചാവിത, നീ വേണേ വണ്ടി എടുത്തോ എന്നും പറഞ്ഞ് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. അവളെ ചവിട്ടി പുറത്തേക്കാൻ തോന്നിയെങ്കിലും കടിച്ചു പിടിച്ച് നിന്നു. എടാ അജു, പ്ലീസ് നീ പോവല്ലടാ. അതിന് വിവരമില്ലെന്ന് നിനക്കറിയില്ലേ? നീ ഇല്ലെങ്കിൽ ഞാൻ പോണില്ല. എങ്കിലേ ആ കോപ്പിനോട് നീ വാതുറന്നൊരു അക്ഷരം മിണ്ടരുതെന്ന് പറ. ഏതക്ഷരാണെന്ന് ചോദിക്കാമിക്ക. അവൾ പുറത്തേക്ക് തലയിട്ട് ചോദിക്കുന്നത് കേട്ട് ഞാൻ കലിപ്പിൽ അവളെ നോക്കി. ഡേയ്, നീ ഇങ്ങനെ ഇറങ്ങിക്കേ, ഇനിയും നിന്നെ സഹിക്കാനാവില്ല എന്നും പറഞ്ഞ് ആമി അവളെ പിടിച്ച് പുറത്തേക്ക് കളഞ്ഞു. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. പെണ്ണൊച്ച വെച്ചൊക്കെ അറിയാൻ തുടങ്ങിയെങ്കിലും ഞാൻ വണ്ടി എടുത്തു. എന്നിനി പിണക്കാവും, ഇറക്കി വിടേണ്ടിയിരുന്നില്ല. അമ്മയോട് ഉപ്പച്ചി പറഞ്ഞതും എനിക്കും അങ്ങനെ തോന്നി. അത് അവൾക്ക് എന്തെങ്കിലും വാങ്ങിയേ തീരാവുന്നതേ ഉള്ളൂ. അമ്മയത് പറഞ്ഞപ്പോഴും ആശ്വാസമായത്. മോളെ, നീ ഇങ്ങോട്ട് കയറി വാ, നിനക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഉണ്ട്, വന്ന് കഴിക്ക്. ഇല്ല പാപ്പച്ചി, എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. എന്നെ തെണ്ടി പറയുന്നത് കേട്ട് കാറിനെ ഇറക്കി വിട്ടു. ഞാൻ കല്യാണത്തിന് വരില്ല. വേണ്ട, ഞാൻ ആർക്കും വേണ്ട. ഞാൻ ഷെൽഫിൽ കയറി ആ പരട്ട അമ്മയുടെ ഡ്രസ്സെല്ലാം വലിച്ചു വാരി തറയിലിട്ട് അതിനകത്ത് കയറിയിരുന്നു. എന്നെ കൂട്ടാതെ പോയതല്ലേ, വന്നിട്ട് എടുക്കട്ടെ. അവര് വന്നിട്ട് പാപ്പച്ചി തന്നെ ചോദിക്കാം, എൻ്റെ മോളെ എന്തിനാ ഇറക്കി വിട്ടതെന്ന്. പോരെ? ആ ചോദിച്ചാൽ ഞാനല്ലേ പെടുന്നത്? അവര് വരാൻ നിൽക്കണ്ട, എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോകും. മോളെ, നീ വല്ലതും വന്ന് കഴിക്ക്, അല്ലെങ്കിൽ തന്നെ നീ വല്ലാണ്ട് മെലിഞ്ഞു. ഓഹോ, ഇനിയിപ്പോൾ ഒരു ബിരിയാണി തിന്നിട്ട് വേണം താടി കൂടാൻ. കഴിച്ചാൽ എന്നെ കൊണ്ടുപോകും വീട്ടിലേക്ക്? ആ, നീ വന്ന് ആദ്യം കഴിക്ക്, എന്നിട്ട് തീരുമാനിക്കാം. ഞാൻ വെളിയിലേക്ക് ഇറങ്ങി അവളുടെ ഡ്രസ്സെല്ലാം ചവിട്ടി കൂട്ടി. തള്ളെ കാലിപ്പ് തീരുന്നില്ലല്ലോ. അമിക്കയുടെ മുറിയിൽ ചെന്ന് ഓൻ്റെ ഡ്രസ്സും വലിച്ചു വാരിയിട്ട് ചവിട്ടി കൂട്ടി. നല്ല ക്ഷീണണ്ടേ, ഒത്തിരി പണിയെടുത്തോണ്ട്. മടക്കി വെച്ച ഡ്രസ്സ് എടുത്ത് വെളിയിലിടാനും പണിയുണ്ടേ. പിന്നെ ക്ഷീണൊക്കെ ബിരിയാണി നിന്ന് തീർത്തു. അല്ല പിന്നെ ഇനി വന്നാലേ രണ്ടും പട്ടിണി കിടക്കട്ടെ. അതുങ്ങളെ കൂടി ഞാൻ നിന്നു. വാ, നമുക്ക് വീട്ടിൽ പോകാം. ഞാൻ എൻ്റെ ബാഗ് കയ്യിൽ പിടിച്ച് വീണ്ടും തുടങ്ങി. എന്നാൽ ആ മൂത്താപ്പാകയിലും കണ്ണിച്ചോറുണ്ടാന്ന് കരുതി അങ്ങനെ എന്നെ കൂട്ടാതെ പോയി. അവര് വന്നിട്ട് പോകാം, നിന്നെ ഇറക്കി വിട്ട് ചോദിക്കണം. അത് വേണം. ആ പാരട്ട ആജുകാരന തേണ്ടി, ഓൻ്റെ വിചാരം എന്താ? അവര് വരുന്നത് വരെ ഞാൻ ബാഗും മടിയിൽ വെച്ചിരുന്നു. തിണ്ടി ഓൻ്റെ കാറ് മുറ്റത്ത് വന്നു നിന്നതും ഞാൻ എങ്ങോട്ടും നോക്കിയിരുന്നു. പഠിച്ചോനെ, ഒരു തേങ്ങ ഓൻ്റെ കാറുമ വീഴണേ, പിന്നൊന്നുകൊണ്ട് തലയിലും. ഞാൻ കുറച്ചു നേരത്തെ മുട്ടൻ പ്രാർത്ഥനയായിരുന്നു. എവിടെ, ആര് കേൾക്കാൻ? എല്ലാം പെറുക്കിയെടുത്ത് അമ്മയും മൂത്താപ്പയും പിന്നെ അമിക്കയും അകത്തേക്ക് കയറി വന്നു. ഞാനിവിടെ പന പോലെ ഇരുന്നിട്ട് എന്നെന്താരും നോക്കാത്തേ? ഞാൻ തിരിഞ്ഞു നോക്കിയതും ഞെട്ടി പണ്ടാരടങ്ങിപ്പോയി. ഒരൊറ്റൊന്നില്ല നീ. എന്നാലും എൻ്റെ പാപ്പച്ചി എന്നോട് ചതി വേണ്ടായിരുന്നു. അവനാണെങ്കിൽ ലിച്ച് കാണിക്കുക. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? നീ എങ്ങാനും കൂടെ വന്നിരുന്നെങ്കിലേ ഇന്നത്തെ ദിവസം തന്നെ പോയേനെ. നീ പുറത്തേണ്ടി. ഇനി ഇപ്പാരുടെ കാറ് കണ്ടപ്പോൾ ഞാൻ കരുതിയതാ വരേണ്ടെന്ന്. അതുകൊണ്ടാ ഞാൻ വരാതിരുന്നത്. അല്ലാതെ മനസ്സിലായി. അല്ലാതെ നിന്റെ സ്വഭാവം കൊണ്ടല്ലേ. ആവശ്യത്തിന് തേങ്ങയും വീഴില്ല. ഡേ, അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി ഓടി. അമ്മയ്ക്കാണല്ലോ എന്താണ് ആ ബന്ധം? നീ എന്താണ് എന്നെ മുറി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഓ, അതാണോ? ഞാൻ വല്ലാണ്ടൊക്കെ പേടിച്ചു. എന്നെ കൂട്ടാതെ പോയതുകൊണ്ടല്ലേ.
എന്ന് കരുതി ഇങ്ങനെയാണ് ചെയ്യുന്നത്? വന്നതൊക്കെ എടുത്തു വെക്കാതെ നിന്നെ ഞാൻ വീടില്ല. ആ പിന്നെ എന്റെ പട്ടി എടുത്തു വെക്കും മനസ്സിലെ പറഞ്ഞു. വെറുതെ മുഖത്ത് നോക്കി പറഞ്ഞ് പണി വാങ്ങണ്ടല്ലോ. അങ്ങേരെ അടുത്തേക്ക് വന്നതും ഞാൻ കാണിച്ചിട്ട് ഓടി. അജു പേടിക്കണം അവളെ എന്ന് പറഞ്ഞതും തെണ്ടി നമ്മളെ പിടിക്കാനെന്ന പോലെ വന്നു. ഇതിനെ പിടിച്ച് ഇനിയും നടക്കണേ ഞാനില്ല, വേണേ ഞാൻ വീട്ടിൽ തരാം. ആ തെണ്ടി പറഞ്ഞ എന്താന്ന് ചിന്തിച്ച് തീർന്നില്ല. കോപ്പന്റെ കാല് വെച്ച് വീഴ്ത്തി. നമ്മളോ എന്റെ കാലിന് കീഴിൽ മൂക്കും കുത്തി വീണു. ഈ പട്ടിയുടെ അന്ത്യം മിക്കവാറും എന്റെ കൈ കൊണ്ടാവും. ആമിക്ക് എന്നെ പിടിച്ചു നിർത്തി. മിക്കവാറും എല്ലാം പൊറുക്കിക്കൂട്ടി വെച്ച് കൊണ്ടുപോണ്ടിരും. വാരി വലിച്ചിടുന്നത് പോലെയല്ല അതെടുത്തു വെക്കാൻ റിസ്ക്കാണേ. തെണ്ടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിന്നെ കാല് വെച്ച് വീഴ്ത്തുമല്ലേ? അതേ നീ ഇത് അന്നേ ബസ്സിൽ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ. എന്നോട് കളിച്ചാലേ അതെങ്ങനെയെങ്കിലും തിരിച്ചു കൊടുത്തില്ലെങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടില്ല. നീക്കും അങ്ങനെ തന്നെയുള്ള പഠിച്ചോനെ. പൊട്ടി തെണ്ടി നിനക്കിതിനുള്ളത് ഞാൻ തന്നിരിക്കും. എടാ അതിനെ വല്ല നെല്ലിക്കഥ വെച്ച് അതിനിരുത്ത് മുഴുവട്ടാതിന് എന്നും പറഞ്ഞ് ഓമ്പ് മേടിച്ച് നാട് വിട്ടു. അമിക്ക പല്ല് കടിച്ച് എന്നെ അകത്തേക്ക് കൊണ്ടുപോയി. വലിച്ചു വാരിയിട്ടതുപോലെ അതെല്ലാം മാടിക്ക് വെച്ചേക്ക്. നമ്മളെല്ലാം കൂടി വാരിക്കൂട്ടി ഷെൽഫിൽ തിരികെ കയറ്റി. ഡേയ് ഓരോന്ന് നല്ല വെടിപ്പായിട്ട് മടക്കി വെക്ക്. നിക്ക് വയ്യ, ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. ഇത് ഉണ്ടായിരുന്നതുപോലെ എടുത്തു വെച്ച് നീ എവിടാന്ന് വെച്ചാൽ പൊക്കോ. എന്നാലും നമ്മളെ പുന്നാര ബാബിച്ചെടുക്ക എല്ലാവരും എവിടെ പോയി? ഓ ഡ്രസ്സ് സ്വർണ്ണൊക്കെ നോക്കാല്ലേ. അതും ആലോചിച്ച് ഞാൻ ഓരോന്നായി അടക്കി വെച്ചു. എന്നിട്ട് അങ്ങേരെ നോക്കി. ഇതെന്റെ ഉറങ്ങിയെന്ന് തോന്നി. ഒരു പണിയൊക്കെ കൊടുത്താലോ? യാത്രാക്ഷീണം തീർക്കാവും. എന്നെ കൂട്ടാതെ പോയതല്ലേ. ഞാൻ ഒച്ച വെക്കാതെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും അമ്മയുടെ റൂമിലാണ്. കിണറ്റിന്റെ അടുത്തായുള്ള ചെറിയ ലീഫ് പറിച്ചുകൊണ്ട് വന്ന് ഓന്റെ കയ്യിലും കാലിലും മുഖത്തെല്ലാം ഉരച്ചു കൊടുത്തു. കോപ്പന് കിളിയായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പൊ ഇടിക്കുന്നതേ കുറച്ച് കഴിഞ്ഞാൽ വിവരം അറിയും. മൂക്കിൽ തട്ടി ഓനെ എണീറ്റതും ഞാൻ കട്ടിലിന്റെ അടിയിൽ നൂണ് കയറി. ഓന്റെ ഡാൻസ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പണി ഏറ്റുവന്നു. ഓന്റെ സൗണ്ട് കേട്ട് എല്ലാരും വന്നതും ഞാൻ കുടുങ്ങി. ഇതിന് എങ്ങനെ പുറത്ത് കിടക്കും എന്താന്നറിയില്ല. ഭയങ്കര ചൊറിച്ചില്. ബെഡിലൊന്നും കാണുന്നില്ലല്ലോ കാക്കു. പിന്നെ എങ്ങനെയാ? ഓ ആമയ്ക്ക് എന്താ ഒരു സ്നേഹം. എന്നോട് അതിന്റെ പകുതിയെങ്കിലും ഉണ്ടോ? ഇനി അവൾ ഇവിടെ നോക്കുവോ? ഞാനൊന്നും കൂടി സൈഡിലേക്ക് നീങ്ങിയതും പടച്ചോനെ കൈയും മുഖമൊക്കെ ചൊറിയാൻ തുടങ്ങി. അവിടെ കിടന്ന് ചൊറിയാനും പറ്റുന്നില്ല. ഞാൻ പുറത്തിറങ്ങി ഓനേക്കാൾ വലിയ ഡാൻസ് കളിക്കാൻ തുടങ്ങി. നിനക്ക് എന്താ പറ്റി? നീ എന്തിനാ അതിനകത്ത് കയറി കൂടിയത്? അയ്യോ അതൊക്കെ പിന്നെ പറയാം ബാബച്ചി. നിങ്ങൾ ഈ കൈ ചൊറിഞ്ഞു താ ഉമ്മച്ചി. നിങ്ങൾ ഈ കൈ നമ്മളെ കൈ കൊണ്ട് കഴുത്ത് മാത്രമല്ല മുഖവും ചൊറിയാൻ പറ്റുന്നില്ല. അമ്മേ ഒന്ന് സഹായിക്കടി. എന്നിട്ട് വേണം എനിക്ക് ചെറിയാൻ. ഒന്ന് പോടി. നിനക്ക് എങ്ങനെയാ ചൊറിയുന്നത്? ഇതിന്റെയൊക്കെ പിന്നിൽ നീയല്ലി. ഞാൻ തോടുപോക്കി അല്ലെന്ന് കാണിച്ചതും കോപ്പ് തലകുമ്പിട്ട് കട്ടിലിന്റെ അടിയിലേക്ക് നോക്കി. ഞാനൊഴിച്ച് തേച്ച ലീഫ് എടുത്ത് എന്നെ ഒരു നോട്ടം. ഒളിപ്പിച്ച് വെക്കുമ്പോൾ ഡ്രസ്സിന് അടിയിൽ വെച്ചാൽ മതിയായിരുന്നു. ഓഹോ അപ്പൊ എനിക്കിട്ട് തന്നതല്ലേ. പക്ഷെ എന്നെയൊക്കെ കിട്ടിയത് നിനക്കാണല്ലോ. എടി ഒരു കാര്യം ചെയ്യാൻ ആദ്യം വേണ്ടത് ബുദ്ധിയാ. അതില്ലാതെ നീ എന്തിനാ ഈ ഓരോ പണിക്കിറങ്ങുന്നത്? എന്നെ കൂട്ടാതെ പോയതുകൊണ്ടല്ലേ. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ വേണമെങ്കിൽ 5 ദിവസം മിണ്ടാതിരിക്കില്ലേ? എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ വീണ്ടും മുഖമൊക്കെ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഉമ്മച്ചിയും ബാപ്പച്ചിയും എന്നെ മതിയാക്കി അവര് ചൊറിയാൻ തുടങ്ങി. അയ്യോ ബാപ്പച്ചി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ? എനിക്കിനി ചൊറിയാൻ വയ്യേ. കുറച്ച് എണ്ണ തേച്ച് പോയി കുളിച്ചാൽ മതി. ഇന്നത്തെ കുളി കഴിഞ്ഞു. ഇനി കുളിക്കാന്ന് എനിക്ക് വയ്യ. എങ്ങനെ ഇവിടെ കഥ ചൊറിഞ്ഞെന്നു? ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ചാടി പൊങ്ങി വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ ഡ്രസ്സൊക്കെ ഒരു ടാപ്പ് തുറന്ന് സോപ്പ് വെച്ച് കുളിക്കണം. പിന്നെയും ഡ്രസ്സ് ഇടണം. വല്ലത്ര അവസ്ഥ തന്നെ. എല്ലാവരും അവരെ കാര്യം നോക്കി പോയപ്പോ നമ്മളെ എണ്ണയും തേച്ച് കുളിച്ചു. ഇത് ചീറ്റി പോയെന്ന് കരുതി വെറുതെ വിടില്ല. എന്നെ കൂട്ടാതെ പോയത് ഓർക്കുമ്പോ തന്നെ കരച്ചിൽ വരിക. ഇനി ക്ഷമയോട് എന്ത് പറയും? വല്ല കള്ളവും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. കുളിച്ചു വന്നപ്പോഴാ മേശമ്മേൽ നിരത്തി വെച്ച മാലയും വളയൊക്കെ കണ്ടത്. ആവശ്യത്തിന് ഒരു കളനും വരില്ല. വന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോയാ ഇനിയും വാങ്ങാൻ പോകാലോ. നമ്മളതിലെ വാളയൊക്കെ എടുത്ത് നോക്കി. എന്റെ കല്യാണത്തിന് വള മുട്ടുവരെ വേണം. പിന്നെ മാല കാൽമുട്ട് വരെ വേണം. ഇതൊക്കെ 4 ഉള്ളൂ. ഞാൻ പിന്നെയും മാലയിട്ട് നോക്കി. ഇപ്പൊ തന്നെ കെട്ടാൻ തോന്നുക. ആര് കെട്ടാൻ? ഇത് ഊരാൻ പറ്റുന്നില്ലല്ലോ പഠിച്ചോനെ. ഷാളൊന്നും ഇല്ലാത്തോണ്ട് മുടിയെ കൊളുത്തിന്ന് തോന്നേ. ഇതിന് എന്നെയാണ് അമ്മയേക്കാൾ ഇഷ്ടം തോന്നുന്നു. എന്റെ കല്യാണമായ ഓൾക്ക് ഗിഫ്റ്റ് തരായിരിക്കൂലേ. അത് ഇടയ്ക്കിടയ്ക്കാൻ ഞാൻ പിടിച്ചു വലിച്ചതും ദേ വരുന്നത് 2 പീസായിട്ട്. ഇന്ന് എല്ലാവരും എന്റെ മയ്യത്ത് എടുക്കുമല്ലോ പഠിച്ചോനെ. ഞാനത് കയ്യിലെടുത്ത് നോക്കിയത് മാനോ വരുന്ന പോലെ കേട്ട് ഞാനത് അവിടെ തന്നെ വെച്ച് ബാത്റൂമിൽ കയറി. എന്നെ പിടിക്കല്ലേ പഠിച്ചോനെ. ഞാൻ ചവറും തുറന്ന് വെള്ളം കളഞ്ഞു വെച്ചു. ഞാൻ കുളി കഴിഞ്ഞിറങ്ങിയില്ലെന്ന് കരുതിക്കോട്ടെ. അയ്യോ ഉമ്മച്ചി കാക്കു ഉപ്പച്ചി എല്ലാരും കൂടി അമ്മി ഒരുമിച്ച് വിളിക്കുന്നത് കേട്ടപ്പോൾ തന്നെ തോന്നി ഓളത് കണ്ടുന്ന്. ഞാൻ ചെവിയുടെ ഓർമ്മ വെച്ചെല്ലാം കേട്ടു. ഇനിയുള്ള ജീവിതം ഇതിനകത്ത് തന്നെ ആകോ എന്തോ.
ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അറിയാത്തോണ്ടൊരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി മുടിയൊക്കെ നടക്കും പോലെ ആക്സിഡന്റ് ചുറ്റും നോക്കി. എല്ലാരും നാട് വിട്ടോ? തല വെളിയിലേക്കിട്ട് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇറങ്ങി നോക്കി. അമ്മി സോഫയിലിരുന്ന് കരച്ചിലാണ്. അമ്മയ്ക്ക് കലിപ്പിൽ ഫോൺ ആരോടൊക്കെ ഉരച്ച് ചാടുന്നുണ്ട്. ഉപ്പച്ചിയും പാപ്പച്ചിയും മൂത്താപ്പയും താടിക്കും കൈകൊടുത്തിരിപ്പാണ്. മൂത്തും അമ്മീനെ വല്ലാണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്റെ കയ്യും കാലും പേടിച്ച് വിറക്കുന്നുണ്ട്. അമ്മിക്ക് അറിഞ്ഞാലേ എന്റെ മയ്യത്തെടുക്കും. നീ കണ്ടോ നീയാ? എന്റെ മാല പൊട്ടി. ഞാൻ നിട്ട് നോക്കി കോതി തീർന്നില്ല. ഞാനും അപ്പോഴേക്കും പൊട്ടിയല്ലേ. അത് സാരല്ലേ, നീ ഒരു കയറെടുത്ത് കെട്ടിവെക്കാം. ഇതിന്റെ ഫോണല്ല കെട്ടിവെക്കാൻ. എന്റെ ഫോൺ 2 പീസായപ്പോ റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് നോക്കിയതാ. അതുപോലെ ഒന്നിച്ച് കെട്ടിവെച്ചാ പോരെ. അല്ലേലും നമ്മളെ ഉപദേശം ഒന്നും ആർക്കും പിടിക്കില്ലല്ലോ. എന്നെ അമ്മിക്ക നോക്കി ഫോൺ വെച്ചതും ഇതെണ്ടി കണ്ടുപിടിക്കൊന്ന് പേടിച്ചുകൊണ്ട് എന്റെ കൈ വല്ലാണ്ട് വിറച്ചു തുടങ്ങി. കുളിച്ചിട്ടും ചൊറിച്ചിലൊന്നും മാറിയില്ല. കൈയൊക്കെ ചുമ്മാ ചൊറിഞ്ഞ് കാണിച്ച് ഞാൻ മുറിയിൽ കയറി. അല്ലെങ്കിൽ വിറയിൽ വെച്ച് കണ്ടുപിടിക്കും. ഇന്നിനി പട്ടിണി കിടന്നാലും വേണ്ടില്ല. പുറത്തിറങ്ങുന്ന ആരോഗ്യത്തിന് നല്ലതല്ല.